ഈ പറഞ്ഞതുപോലെ പി കെ ബിജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ചില CPM-കാരെങ്കിലും അന്ന് പ്രതികരിച്ചിരുന്നത് ഒരു മടുപ്പ് അവർക്കുണ്ട് എന്ന തരത്തിൽ ആ സമയത്ത് അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു എന്നറിയില്ല. കാരണം ഈ ബിജുവും താഴെ തട്ടി നിന്ന് വളർന്നു വന്ന ഒരാളാണ്. പക്ഷെ കൃത്യമായി മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ചില ഇപ്പോൾ ഈ MP ഒക്കെ കാണാനൊക്കെ ആളുകൾ എത്തുമ്പോഴൊക്കെ മുഖം തിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്പേസ് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ചില വിമർശനങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം മാത്രമല്ല കോട്ടയം ജില്ലക്കാരനാണ്. അങ്ങനെ ഒരാൾ പോയി അവിടെ മത്സരിക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മിഥുന്, ഈ CPM-ന്റെ കെ രാധാകൃഷ്ണന്റെ സാധ്യതയെ മിഥുൻ പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി തിരിച്ച് രമ്യയിലേക്ക് വരുമ്പോൾ, രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പാട്ടുംപാടി ജയിച്ചു എന്ന് വെറും ഒരു പ്രയോഗമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അപ്പം രമ്യ ഇത്തവണയും പാട്ട് പാടുന്നുണ്ട്. നമുക്ക് പ്രചരണ വിഷയങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ അതിൽ എതിരാളികൾ ഈ പാർലമെന്റിലും പോയി പാട്ടുപാടിയാണ്. പാർലമെന്റിൽ പാട്ടുപാടിയിരുന്നു രമ്യ. ഇത്തരത്തിൽ പാർലമെന്റിലും പാട്ടുപാടിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതാണോ പാർലമെന്റിൽ പോയി ചെയ്യേണ്ടത് എന്ന വിമർശനമുണ്ട്. അതെ, ഈ മിഥുൻ, രമ്യ ഹരിദാസിന്റെ പതിവ് പ്രചരണ രീതി ഇത്തവണ വോട്ടാകുമോ? മാത്രമല്ല, ഈ സിറ്റിംഗ് MP നേരിടുന്ന ചില പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തുടക്കത്തിൽ കേട്ടിരുന്നു. അതൊക്കെ രമ്യ ഹരിദാസ് മറികടന്നിട്ടുണ്ടോ? എന്താണ് രമ്യയുടെ ഒരു സാധ്യത? സജിത്ത്, ഇത്തവണ പാട്ടുംപാടി അങ്ങനെ രമ്യ ഹരിദാസിന് വിജയിച്ച് കയറാനാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമ്മൾ ഇന്ന് രാവിലെ കൂടി ആളുകളുമായി സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ഒരു മണ്ഡലത്തിലെ ഒരു പൾസ് നോക്കുമ്പോൾ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നമുക്കിവിടെ പ്രകടമാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒരു പുതുമുഖം എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നുള്ളിൽ തന്നെ ആഭ്യന്തര കലഹം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടി ലഭിച്ചുകൊണ്ടാണ് ആ 1.5 ലക്ഷത്തിലധികം വോട്ട് അതിന്റെ ഭൂരിപക്ഷം നേടാൻ രമ്യ ഹരിദാസിന് സാധിച്ചെന്നുള്ള കാര്യം പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ UDF-ന്റെ നേതാക്കന്മാരെ തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഇടത് കോട്ടയിൽ നിന്ന് CPM-കാരുടെ വോട്ട് ലഭിക്കാതെ ഇത്രയധികം വോട്ട് ഭൂരിപക്ഷം നേടാൻ രമ്യയ്ക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇത്തവണ കെ രാധാകൃഷ്ണത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി തന്നെ അത്തരത്തിൽ എളുപ്പമായി അങ്ങനെ പാട്ടുപാടിയൊന്നും വിജയിച്ച് കയറാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് ഇന്നത്തെ നിലവിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, നിലവിലെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ രമ്യ ഹരിദാസിന് പോകാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം രമ്യ ഹരിദാസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ എന്നുള്ളത് തന്നെയാണ് ഇത്തവണ വിലയിരുത്താൻ പോകുന്നത്. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാർഷിക മേഖലയാണ്, കാർഷിക മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. അവിടെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വരൾച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതിന്റെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള തുക അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും തന്നെ MP-യുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു 2 വർഷത്തും നിന്നിട്ടുള്ള ഒരു, അതായത് പകുതി രീതിയിൽ LDF-ന് മുൻതൂക്കം നൽകിയും അല്ലെങ്കിൽ പകുതി രീതിയിൽ UDF-ന് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ നമ്മൾ അതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. രമ്യ ഹരിദാസിന് ഇത്തവണ ഒരു ചെറിയ എഡ്ജ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും അവിടെ സജിത്ത് എന്തായാലും ഈ പാട്ടുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കുമ്പോൾ ഇനിയിപ്പോൾ സരസുവിന് എനിക്ക് തോന്നുന്നു ഈ രമ്യ ഹരിദാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഈ വിജയരാഘവൻ നടത്തിയ ചെറിയൊരു അശ്ലീല സ്വഭാവമുള്ള പരാമർശം ഉണ്ടായിരുന്നു രമ്യ ഹരിദാസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊക്കെ അടക്കം വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അവർക്ക് അവസരം ലഭിച്ചു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല. ഇപ്പോഴും ഈ പാട്ടിൽ തന്നെയാണല്ലോ മാധ്യമപ്രവർത്തകരടക്കം കേന്ദ്രീകരിക്കുന്നത്. അവിടെ സരസുവിന് എന്താണ് റോൾ എന്നതുണ്ട്. ഞാൻ ഏറ്റവും പെട്ടെന്ന് ഓർക്കുന്നത് മാധ്യമപ്രവർത്തകർ ഈ പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സരസു നൽകിയ പ്രതികരണം, ഏത് കഴുതയ്ക്കും പാട്ട് പാടാൻ പറ്റില്ല എന്നാണ്. തൊട്ടടുത്തതായി അവരൊരു പാട്ട് പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ സരസുവിന്റെ റോൾ